എണീറ്റ് പ്രാർത്ഥിച്ചാലേ ജ്ഞാനം കിട്ടുള്ളൂ. ഞാൻ ഉറങ്ങുമ്പോൾ തന്നെ ഇത് ദൈവമേ നാളെ ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഞാൻ 3 മണിക്ക് എണീറ്റു, പിന്നെ ഉറങ്ങവും പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇവർക്ക് ഭയങ്കര ജ്ഞാനം കിട്ടുമല്ലോ എന്ന്. എനിവേ, അപ്പോൾ ഇത് വളരെ പ്രധാന ഒരു കാര്യമാണ് ഈ പൗലോസ്ലീഹ പറഞ്ഞത്. ഉണ്ട്, പക്ഷെ ആ തീഷ്ണത ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല. എന്തായിരുന്നു അവിടുത്തെ പ്രശ്നം? ദൈവനീതിയെക്കുറിച്ച് അവർ അജ്ഞരായിരുന്നു. അതാണ് ഫരിസേയരും നിയമജ്ഞരും അവരവരുടെ നീതി സ്ഥാപിക്കാൻ വേണ്ടി കൽപ്പന അനുസരിച്ച് നടക്കാത്തവരുടെ പുറകെ നടന്ന് അവരെ ശിക്ഷിക്കുകയായിരുന്നു. 10 കൽപ്പനകൾ 613 കൽപ്പനകളും 1000ഓളം ഉപകൽപ്പനകളും ആക്കിയിട്ട് അത് കർക്കശമായിട്ട് പാലിക്കണം എന്ന ചട്ടം. അതല്ല ദൈവരാജ്യം എന്ന് പറയുന്നതാണ് ഈശോ കൊണ്ടുവന്നിരിക്കുന്നത്. ഈശോ പറയുകയാണ്, കരുണ കാണിക്കുക, അവരോട് കരുണ കാണിക്കണം. പുതിയ നിയമം ഇതാണ്, ഞാൻ അവരുടെ അനീതികളോട് കരുണയുണ്ടാകും, അവരുടെ പാപങ്ങൾ ഞാൻ ഓർക്കുക പോലുമില്ല. അത് ഏറ്റെടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് പഴയ നിയമത്തിൽ സാധ്യമല്ലായിരുന്നു, കാരണം ഈശോ വന്നിട്ടുണ്ടായില്ല. അതാണ് പഴയ നിയമം പുതിയ നിയമം എന്നുള്ള വ്യത്യാസം. നമ്മൾ കേട്ടിട്ടുണ്ട്, ഇന്ന പാപങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇത്ര തലമുറകൾക്ക് ശാപമുണ്ടാവുമെന്ന് കേൾക്കാറില്ലേ? മോശയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ എവിടെയാണ്? നമ്മളിപ്പോൾ ഈശോൻ്റെ പുസ്തകത്തിലാണ്. അപ്പോൾ മോശയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ആ ഇന്നത് ചെയ്താൽ നിങ്ങൾക്ക് ശാപമുണ്ടാകും എന്ന് പറഞ്ഞത് എഴുതിയിട്ടുണ്ട്. ശരി, അടുത്ത വചനം എഴുതിയിരിക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാനിതെല്ലാം അനുഗ്രഹമാക്കി മാറ്റും. അതെല്ലാം യേശുക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? യേശുക്രിസ്തു എന്ത് ചെയ്തു? ഈ ശാപവും അതിൻ്റെ ശിക്ഷയും ആരേറ്റെടുത്തു? യേശുക്രിസ്തു ഏറ്റെടുത്തു. യേശുക്രിസ്തു ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളെ സ്വതന്ത്രമാക്കി. ഇപ്പം അത് ക്ലിയറായോ? അവൻ തൻ്റെ കുരിശിനാൽ മനുഷ്യവംശത്തെ വീണ്ടെടുത്തു, രക്ഷിച്ചു, സ്വതന്ത്രമാക്കി. ഇനി അവനിൽ വിശ്വസിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. കാരണം യേശു ആ ശിക്ഷാവിധി ഏറ്റെടുത്തു. ആ ഇല്ല. ഒന്നുകൂടി പറഞ്ഞ്, അതിൻ്റെ അർത്ഥം അവിടെ അവളുമായിട്ട് ഐക്യപ്പെട്ടു. മേലിൽ പാപം ചെയ്യരുത് എന്ന് പറയണതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. അതിൻ്റെ അടുത്ത വചനം വായിക്കണം. അതിൻ്റെ അടുത്ത വചനം എന്താ പറയണേ? അതിൻ്റെ അടുത്ത വചനം പറയണത് പ്രകാശം വന്നു കഴിഞ്ഞിരിക്കണു. ഒന്ന് വായിച്ചേ. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അപ്പൊ ഈ മേലിൽ പാപം ചെയ്യരുത് എന്ന് പറയുന്നതിന്റെ അർത്ഥം, നീ നിന്റെ രക്ഷകനെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു, അവൻ നിനക്ക് കൃപ തന്നിരിക്കുന്നു, ഇനി നിനക്ക് പാപം ചെയ്യാൻ പറ്റില്ല. ആ അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇല്ല, അങ്ങനെയല്ല. അദ്ദേഹം ചോദിച്ചത് പാപാവസ്ഥയിൽ നമ്മൾ പാപാവസ്ഥയിൽ മരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് ചിന്തിക്കണം. അത് ഞാനൊരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. ഒരു ഡെമോൺസ്ട്രേഷൻ. നീ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. എന്താ ഇയാളുടെ പേര്? ഷാജു. നീ വശത്ത് നിൽക്ക്. ഈ ചേട്ടനെ ഇങ്ങോട്ട് വാ. നീ ഇങ്ങനെ വശത്ത് നിൽക്ക്. നിനക്ക് പിശാചിൻ്റെ റോളാണിപ്പോൾ ഒരഭിനയിക്കാൻ പോകുന്നത്. ഇങ്ങോട്ട് കയറി നിൽക്ക്. ഇപ്പോൾ ഇയാൾ എന്നെ നരകത്തിൽ കൊണ്ടുപോകുന്നും പറഞ്ഞ് പിടിച്ച് വലിക്കുകയാണ്. ഞാനൊരു പാപിയാണ് കേട്ടോ.
ഞാനൊരു മഹാപാപിയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ, ഈ നാടകം കാണും. ഞാനൊരു മഹാപാപിയാണ്. ഞാൻ പള്ളിയിലും പോകില്ല. യേശുക്രിസ്തുവിനെ തിരസ്കരിച്ച് ശരിക്കും നരകത്തിലേക്ക് പോകുന്ന ആളാണ് ഞാൻ. എന്നെ പിടിച്ചു കൊണ്ടുപോകാൻ പിശാച് വന്നിരിക്കുകയാണ്. പിടിച്ചു വലിച്ചോന്നെ, വലിച്ചോടാ നീ ധൈര്യമായിട്ടില്ല. ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കേ ഇവിടെ നിൽക്കുന്നത് ആരാന്നറിയാമോ? മാലാഖ, ഈശോ. മാത്രമല്ല കത്തോലിക്ക സഭയാണ്. കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ ഈശോയും പിതാവും പരിശുദ്ധാത്മാവും. ഇത്രയും കാലത്തെ എല്ലാ മാർപ്പാപ്പമാരുണ്ടല്ലോ, അപ്പസ്തോലന്മാർ, സകല വിശുദ്ധരും എന്ന് വേണ്ട ഇന്നത്തെ കോടാനുകോടി വിശ്വാസികളുടെ പ്രാർത്ഥന എന്താ? വിശ്വാസികൾ പ്രാർത്ഥിക്കണേ, ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ഇപ്പം ഞാൻ മരിക്കാൻ പോവാണ് കേട്ടോ. ഞാൻ മഹാപാപിയാണ്. ഞാൻ മരിക്കാൻ പോവാണ്. ഞാൻ മരിക്കാൻ പോണ നേരത്ത് ഇവിടെ ഭയങ്കര ഒരു പിടിവലിയാണ്. പിടിവലി നടക്കോ ഇല്ലയോ? പിശാച് എന്നെ അങ്ങോട്ട് പിടിക്കണോ? ഇവിടെ കത്തോലിക്ക സഭയിൽ ഒരു ദിവസം 5 ലക്ഷം കുർബാന, 5 ലക്ഷം വൈദികർ കുർബാന അർപ്പിക്കുകയാണ്. ആ കുർബാനയുടെ മുഴുവൻ യോഗ്യത എനിക്ക് കിട്ടുമോ? എനിക്ക് കിട്ടുമോ ഇല്ലയോ? ആ കുർബാനയിൽ പറയാണ്, മനുഷ്യവംശത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവേ, ഈ അർപ്പിച്ച ബലി എല്ലാവർക്കും പാപമോചനം കരുണയും കൊടുക്കണം. ചേട്ടൻ വലിച്ചു തന്നെ, ഇവൻ വലിക്കുന്നുണ്ട്. ഇപ്പം ആര് ജയിക്കും പറയും? കാരണം ഇവൻ വലിക്കാൻ പോലും പറ്റില്ല. കാരണം കത്തോലിക്ക സഭയാണ് ഇവിടെ നിൽക്കണേ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ ഒരു ഇതാണ് നമ്മുടെ വിശ്വാസം. താങ്ക് യു. സംശയം ഇല്ലേ? തീർത്തോ ഇല്ലയോ? താങ്ക് യു. സംശയങ്ങൾ ചോദിച്ചോ. അപ്പം നമ്മൾ ഈ എന്തിനാണ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത്? എനിക്ക് വിശ്വാസമില്ലെങ്കിലും ഈ സഭയുടെ വിശ്വാസം, അതാണ് സഭയുടെ വിശ്വാസത്തെ തൃക്കൺ പാർത്തുകൊണ്ട് എനിക്ക് കരണ്ട് കിട്ടും. സഭ എന്ന് പറയുന്നത് വിശ്വാസികളുടെ സമൂഹം മാത്രമല്ല, സകല അപ്പസ്തോലന്മാരും മാതാവും ഔസേപ്പിതാവും അപ്പസ്തോലന്മാരുടെ എല്ലാവരുടെയും നന്മ പ്രവൃത്തികളുടെ ഭണ്ഡാകാരമാണ് അവിടെ ഉള്ളത്. ഭണ്ഡാകാരം. അതാണ് പുണ്യവാന്മാരുടെ ഐക്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ, പുണ്യവാന്മാരുടെ മുഴുവൻ സകല പുണ്യവാന്മാരും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. ആ ശരീരത്തിൻ്റെ ഭാഗം തന്നെയാണ് ഞാനും. പക്ഷേ എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടണം? എനിക്ക് ഈ പുണ്യവാളന്മാരുടെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് എനിക്ക് ഇങ്ങോട്ടേക്ക് തരണം. പ്രൈസ് ദ ലോർഡ്. പുണ്യവാന്മാരുടെ വിശ്വാസത്തിലൂടെ അവർ നേടിയിരിക്കുന്ന ആ അനുഗ്രഹത്തിൽ നിന്ന് ഞാൻ നേടാണ്ട് തന്നെ എനിക്ക് സൗജന്യമായിട്ട് ഒരു ലോൺ പാസ്സാവും. എനിക്ക് അനുഗ്രഹം കിട്ടും. അതാണ് പുണ്യവാന്മാരുടെ ഐക്യം എന്ന് പറയുന്നത്. അതിൻ്റെ വേറൊരു വേർഷനാണ് ദണ്ഡവിമോചനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുവൻ്റെ കാലികമായ ശിക്ഷയിൽ നിന്ന് അവനെ ഇളവ് ചെയ്ത് കൊടുക്കുന്നത്, ദൈവം ശിക്ഷിക്കാനല്ല വന്നേക്കുന്നെങ്കിലും അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അവന് ആ ശിക്ഷയെ പോലും ഈ മറ്റ് വിശ്വാസികൾ, യേശുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായ മറ്റ് വിശ്വാസികളും പുണ്യവാന്മാരുടെയും നന്മ പ്രവൃത്തികളുടെ ഒരു പങ്ക് അവനും കിട്ടാൻ അർഹതയുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിൽ 10 മക്കളുണ്ട്. ഒരുത്തൻ അപ്പനെ സ്നേഹിക്കണമില്ല, അപ്പനോട് അരിശപ്പെട്ട് നടക്കണം, അവൻ വീട്ടിലും വരണില്ല. പക്ഷേ ഭാഗം വയ്ക്കുമ്പോൾ അവനൊരു പങ്ക് കിട്ടുമോ ഇല്ലയോ? അത് അവൻ്റെ അവകാശമാണ്. സമാധാനമായോ? അപ്പോൾ ഇതാണ് പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ, എല്ലാവരും സത്യം അറിയണമെന്നും എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാവരും സ്വർഗത്തിൽ കൊണ്ടുപോകണം. അപ്പോൾ പിന്നെ നരകത്തിൽ ആരും പോവില്ലേ? ഇതാണ് ചോദ്യം. എന്താ നിങ്ങളുടെ ആഗ്രഹം? നരകത്തിൽ കുറച്ച് പേര് പോകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ആഗ്രഹമില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ അത്രയും സഹോദരന്മാരെ സ്നേഹിക്കുന്നു. പാപിയാണ്, പള്ളിയിലും വരുന്നില്ല, വിശ്വസിക്കുന്നില്ലെങ്കിലും കർത്താവേ അവരോട് കരുണയായിരിക്കണം. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം.
എന്നാ പിടിച്ചോ 2 കുർബാന. അപ്പോൾ ഇതെല്ലാം അത്രയ്ക്ക് കാരുണ്യത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്, കർക്കശതയുടെ പ്രവൃത്തിയല്ല. അവൻ പള്ളിയിൽ വന്നിട്ടില്ല, അവനെ ശിക്ഷിക്കണം അല്ല. അവൻ പള്ളിയിൽ വരാറില്ല, ഉപസാരിക്കാറില്ലെങ്കിലും കർത്താവേ അവനോട് കരുണയായിരിക്കണം. അപ്പോൾ അങ്ങനെ നമുക്കറിയാം, നമ്മുടെ തന്നെ വീട്ടിലും അടുത്തൊക്കെ ആൾക്കാരെ നമ്മളറിയാം, ഇന്നേ വരെ കുമ്പസാരിച്ചിട്ടില്ലാത്ത മനുഷ്യൻ, ആ പാവം ഭാര്യ കിടന്ന് കരഞ്ഞു, മറ്റുള്ളവരോട് പറഞ്ഞു ദേ കരുണക്കൊന്ത ചെല്ലുക, അങ്ങനെ ചെല്ലുക, ഇങ്ങനെ അയാൾ കിടന്ന് വായു വലിക്കണം, ചാവണമില്ല. അങ്ങനെ ഇരിക്കേ ഒരു ദിവസം പറയാണ്, അതേ എനിക്കൊന്ന് കുമ്പസാരിക്കണമെന്ന് തോന്നാണ്. ഓ പ്രൈസ് ദി ലോർഡ്. സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ? എന്തുകൊണ്ടാ? ഈ പ്രാർത്ഥനകളാണ്. അതാണ് മധ്യസ്ഥ പ്രാർത്ഥന. അപ്പോൾ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ഇതുപോലെയുള്ള അനേകർ ദൈവത്തെ അറിയാതെയും പാപാവസ്ഥയിലും ആണെങ്കിലും മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവർക്കൊരു മാനസാന്തരത്തിൻ്റെ കൃപ കൊടുക്കും. മനസ്സിലായി? അപ്പം മരിച്ചു എന്ന് നമ്മൾ പറയരുത്. മരിക്കാൻ കർത്താവ് വിട്ടുകൊടുക്കില്ല. കർത്താവ് അതിനു മുമ്പ് അവന് വേണ്ടി കാരണം ഒന്ന് മനസ്സിലാക്കേണ്ടത്, അവൻ്റെ പാപം കർത്താവ് ഏറ്റെടുത്തോ? പാപം അവൻ്റെ ഏറ്റെടുത്തിരിക്കുന്നു. പക്ഷെ ഇവനറിഞ്ഞൂടാ. ഇപ്പം നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, നല്ല കള്ളൻ സ്വർഗത്തിൽ പോയി, മറ്റേ കള്ളനോ അവനവിടെ പോവും പറയും. സാധാരണഗതിയിൽ അവൻ നരകത്തിൽ പോകുന്നതാണ് നമ്മളൊക്കെ വിചാരിക്കണേ, അല്ലേ? പക്ഷേ അവൻ്റെ പാപം അവൻ്റെ കൺമുമ്പിൽ വെച്ച് തന്നെ കുരിശിൽ കർത്താവ് ഏറ്റെടുത്തോ ഇല്ലയോ? അവൻ്റെ പാപം കുരിശിൽ ഏറ്റെടുത്തോ ഇല്ലയോ? ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അവനെ നരകത്തിൽ കൊണ്ടുപോകാൻ കർത്താവ് സമ്മതിക്കുമോ? പറയും. അതിൻ്റെ അർത്ഥം അത് കഴിഞ്ഞിട്ട് അവന് മാനസാന്തരം ഉണ്ടാകാനായിട്ടൊരു നിമിഷം കൊടുക്കാൻ സാധ്യതയുണ്ട്. അതവിടെ റെക്കോർഡ് ചെയ്തിട്ടില്ല, അതവിടെ പറഞ്ഞിട്ടില്ല. അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവൻ മരിച്ചിട്ടില്ല. അപ്പോഴും ഇങ്ങവശത്ത് ഈശോ അവൻ്റെ പാപം ഏറ്റെടുക്കുകയും ചെയ്തിരിക്കണം. അവൻ്റെ പാപം യേശു ഏറ്റെടുത്തോ ഇല്ലയോ? ഈശോ ആരുടെ എല്ലാം പാപം ഏറ്റെടുത്തു? ലോകം മുഴുവൻ്റെയും പാപം ഏറ്റെടുത്തു. ഈശോ ഏറ്റെടുത്തത് ആദിമാതാപിതാക്കൾ ചെയ്ത പാപമാണ്. അതിൻ്റെ അനന്തരഫലങ്ങളുമാണ് യേശു ഏറ്റെടുത്തത്. അതിൽ ഈ ഇടതുവശത്തെ കള്ളൻ്റെയും പാപം ഏറ്റെടുത്തോ ഇല്ലയോ? ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് അവനെ നരകത്തിൽ വിടാൻ ദൈവം അനുവദിക്കും. അപ്പോൾ അവിടെ 1 മിനിറ്റേ ഉള്ളൂ ഇനി അവന് സമയം. 1 മിനിറ്റേ ഉള്ളൂ അവന് സമയം. ആ 1 മിനിറ്റിൽ അവന് വലിയ പശ്ചാത്താപമുണ്ട്. എൻ്റെ കർത്താവേ, നിൻ്റെ അടുത്ത് കിടന്നിട്ട് പോലും ഞാൻ നിന്നെ അറിഞ്ഞില്ലല്ലോ. എത്ര സെക്കൻഡ് എടുത്തു? ഇതാണ് മധ്യസ്ഥത്തിൻ്റെ ഗുണം. അവൻ ചിന്തിക്കുകയാണ്, 5 സെക്കൻഡ് എടുത്തിട്ടുണ്ടോ? ഞാൻ നിന്റെ അടുത്ത് കിടന്നിട്ട് പോലും നിന്നെ അറിഞ്ഞില്ലല്ലോ, എന്നോട് ക്ഷമിക്കണേ. അവൻ എവിടേക്ക് പോയി? ഇതൊക്കെയാണ് വിശ്വാസം. ഞാൻ വിശ്വസിക്കുന്നു. ഈ ഭാഷ നമ്മൾ മനസ്സിലാക്കണം. കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. പിശാചിനെ ശക്തിയെ കുരിശിലൂടെ പരാജയപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി പിശാചിന് പണ്ടുണ്ടായിരുന്ന ശക്തി ഇല്ല. അവൻ ഒപ്പോസിഷൻ പാർട്ടിയാണ്. റൂളിംഗ് പാർട്ടി എന്ത് ചെയ്യുമ്പോഴേക്കും ഇവൻ കൊഞ്ഞനം കാണിക്കുവൻ. അവൻ കൊഞ്ഞനം കാണിച്ച് അയച്ചിട്ട് ഒരാൾ നമുക്ക് കൊഞ്ഞനം കാണിച്ചാൽ നമ്മൾ അവൻ്റെ പുറകെ പോകുമോ? അത് അറിയില്ല. അപ്പോൾ പിശാച് നമ്മളെ നോക്കി കൊഞ്ഞനം കാണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഈ ഗാനം ആലപിക്കുമ്പോൾ നമ്മുടെ എല്ലാ സംശയങ്ങളും മാറ്റി, ദൈവരാജ്യം എന്നത് കരുണയാണ്, കർത്താവിൻ്റെ സ്നേഹമാണ്. ഏറ്റവും വലിയ പാപിയെയും അങ്ങോട്ട് കൊണ്ടുപോകുന്നത് വരെ കർത്താവ് നോക്കിയിരിക്കുകയാണ് കവാടം തുറന്നുകൊണ്ട്. അവനെയും ഞാൻ നേടണം. അങ്ങനത്തെ ഒരു വെല്ലുവിളിയാണ് കർത്താവിൻ്റേത്. അതാണ് ഒരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരനുണ്ടാകേണ്ടത്, ഈ മനോഭാവം. ഏറ്റവും വലിയ പാപിയെയും ഞാൻ നേടും. അതാണ് നമ്മുടെ ദൗത്യം. യെസ്.
ആ 53 വയസ്സുള്ള ഒരാൾ. ആ ആ ആ ഉം. 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 അപ്പം അങ്ങനെ പറയാൻ നമുക്കൊരു യോഗ്യതയില്ല. ഇപ്പോൾ അവൻ മദ്യപാനിയാണ്. പക്ഷെ അവൻ മദ്യപാനിയാണെങ്കിലും അവൻ ദൈവത്തിൻ്റെ മകനാണോ? അവൻ ദൈവത്തിൻ്റെ മകനാണോ? ഇനി അവൻ മാമോദീസ മുങ്ങിയ ആളാണോ? മാമോദീസ മുങ്ങിയ ആളാണെങ്കിൽ ജീവൻ്റെ അടയാളത്താൽ മുദ്ര കുത്തപ്പെട്ടിരിക്കുന്ന ആളാണ്. അവന് രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കർത്താവിൻ്റെയാണ്. അതാണ്. അപ്പോൾ മാമോദീസ എന്ന് പറഞ്ഞാൽ എന്താ? മാമോദീസ എന്ന് പറഞ്ഞാൽ തന്നെ അവൻ്റെ സകല പാപങ്ങളിൽ നിന്നും അവനെ രക്ഷിക്കുന്ന ഒരു കൂദാശയാണ്. ആ കൂദാശ ഒരിക്കൽ സ്വീകരിച്ചാൽ ഈ ജീവിതത്തിനും നിത്യജീവിതത്തിലും ആ കൂദാശയുടെ യോഗ്യതകൾ ഉണ്ടാകുകയാണ് ചെയ്യണത്. കുറയില്ല. ഒരു പ്രാവശ്യം സ്വീകരിച്ചാൽ മതി. അപ്പം അതിനെ മനസ്സിലാക്കേണ്ടത് എന്താ? മദ്യപാനി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് അവൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണെങ്കിലോ. മദ്യപാനി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ യേശു ആ മദ്യപാനിയുടെ മദ്യപാനത്തിന് പരിഹാരം യേശു ചെയ്യുന്ന അർത്ഥം. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന് പറയണതിൻ്റെ അർത്ഥം നമ്മളീ പറയണ മാതിരി സ്വർഗം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, അവിടെ കയറണമാതിരി അല്ല ചിന്തിക്കേണ്ടത്. മദ്യപാനി സ്വർഗത്തിൽ പ്രവേശിക്കണം ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, മദ്യപാനി വ്യഭിചാരി ഇവരൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവർ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല എന്നർത്ഥം. പക്ഷേ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ്റെ എത്ര വലിയ പാപിയായാലും അവൻ്റെ പാപത്തിന് യേശു പരിഹാരം ചെയ്യുന്നുണ്ടോ? അത് മനസ്സിലാക്കണം. അവനൊരു പാപമില്ലാത്ത ആളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ എന്താ പ്രയാസം? ഒരുവന് മദ്യപാനിയല്ല, വ്യഭിചാരി, അവനൊരു പാപവും ചെയ്യണില്ല. അവനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണോ കർത്താവ് വന്നത്? കർത്താവ് തന്നെ പറയാണ്, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികൾ എന്ന് പറഞ്ഞാൽ മദ്യപാനികൾ, വ്യഭിചാരികൾ, ഇവരെല്ലാം ഞാൻ തേടി വന്നിരിക്കുകയാണ്. പക്ഷെ അവർ പറയാണ്, ഇല്ല, എനിക്ക് മദ്യപാനിച്ച് ഞാൻ ജീവിക്കണം, എനിക്ക് നിൻ്റെ രാജ്യത്ത് വരണ്ട എന്ന് പറയുകയാണെങ്കിൽ വേറെ കാര്യം. അപ്പോഴാണ് നമ്മൾ മധ്യസ്ഥക്കാർ അവിടെ നിന്ന് അവനെ ഇങ്ങടേക്ക് തള്ളും. കർത്താവേ, അവന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒരു വചനം മാത്രം എടുത്തുകൊണ്ട് നമ്മൾ അതിനെ വിശകലനം ചെയ്യരുത്, അതിൻ്റെ അന്തരാർത്ഥം മനസ്സിലാക്കണം. മദ്യപാനിയും വ്യഭിചാരിയും ഒന്നും സ്വർഗരാജ്യത്തിൽ കയറില്ല എന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇപ്പോൾ അതിന് വേറെ വിധത്തിൽ ഞാൻ പറയാം. ഇപ്പോൾ എന്താ ചേട്ടൻ്റെ പേര്? ജേക്കബിന് ഒരു രോഗമാണ്, എന്തെങ്കിലും ഒരു രോഗം, ഒരു കിഡ്നി രോഗം എന്ന് വിചാരിച്ചോ. കണ്ടുപിടിച്ചു കിഡ്നി രോഗമാണ്. ഡോക്ടർ പറഞ്ഞു, ഇനി ജേക്കബ് ശ്രദ്ധിക്കണം, മുമ്പ് നടന്നാൽ ശരിയാവില്ല, ഇന്നിൻ്റെ മരുന്ന് കൃത്യസമയത്ത് കഴിക്കണം. ശരി ഡോക്ടർ എന്ന് പറഞ്ഞു. പോയി മരുന്ന് മേടിച്ചുകൊണ്ട് പോയിട്ട് ജേക്കബ് മരുന്നൊന്നും കഴിച്ചില്ല. അടുത്ത ആഴ്ച വന്ന് നോക്കിയപ്പോൾ കിഡ്നി കൂടുതൽ വഷളായിരിക്കണം. ഇപ്പോൾ ഡോക്ടർ എന്ത് പറയും? നീ ചാവും. എങ്ങനെയല്ലെങ്കിൽ മരുന്ന് കഴിച്ചില്ലെങ്കിൽ നീ ചാവും എന്ന് പറഞ്ഞാൽ ഡോക്ടർ നമ്മളെ കൊല്ലാൻ വേണ്ടിയാണോ പറയണേ? ഡോക്ടർ നമ്മളെ കൊല്ലാൻ വേണ്ടിയല്ലല്ലോ പറയണേ. ഡോക്ടർ പറയണേ എന്തിനാ? രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പറയണത്. നീ മരുന്ന് കഴിച്ചില്ലെങ്കിൽ നീ ചാവും എന്ന് പറയുന്നത് നമ്മൾ ചാവാൻ വേണ്ടിയല്ല, മറിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. എന്ന മാതിരിയാണ് കർത്താവ് ഈശോ മിശിഹ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി അവരൊക്കെ കെടാത്ത തീയിലും
പുഴുവിലും ഒക്കെ ഉള്ള നരകത്തിൽ വീഴും. എന്തിനാ പറയണേ? എന്നിൽ വിശ്വസിക്കുക. അതാണ് യഹൂദരോട് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ പാപത്തിൽ മരിക്കും. അപ്പോൾ അത് ഈ പോയിന്റ് അനുസരിച്ച് നീ ഈ മരുന്ന് കഴിച്ചില്ലെങ്കിൽ നീ ചാവും. നീ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിന്റെ പാപത്തിൽ നീ മരിക്കും. അപ്പോൾ ഇത് വിശുദ്ധമായ ഒരു ഭയം എന്നാണ് അതിന് പറയുന്നത്. വിശുദ്ധമായ ഒരു ഭയം. നീ മരുന്ന് കഴിച്ചില്ലെങ്കിൽ നീ ചാവും. വീട്ടിൽ ചെന്നിട്ട് എൻ്റെ കഥ കഴിച്ചു, ഞാൻ ചാവുന്ന ഡോക്ടർ പറയണേ, ഞാൻ ചാവുന്ന ഡോക്ടർ പറയണേ. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ആ ഡോക്ടർ പറഞ്ഞു ഞാൻ ചാവുന്നു. ഡോക്ടറെ വിളിച്ച് ചോദിച്ചു, ഞാൻ പറഞ്ഞത് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ചാവുന്നാ പറഞ്ഞത്. എന്ന പോലെ തന്നെ ഈ വിശുദ്ധ കുർബാന ഔഷധമാണ്. ഇത് കഴിക്കുന്നവൻ ചാവില്ല. ഇത് കഴിക്കുന്നവൻ ചാവില്ല എന്ന് പറയുകയാണ്. ഇത് കഴിക്കുന്നവൻ്റെ, ഇത് നിന്റെ പാപമോചനത്തിന് ഞാൻ തരുന്ന ദിവ്യ ഔഷധമാണ്. ഇത് നീ കഴിക്കുകയാണെങ്കിൽ നീ ചാവില്ല. അതിൻ്റെ അർത്ഥം നിന്റെ പാപത്തിന് പരിഹാരമാണത്. ഇനി മേലിൽ പാപം ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥ നിനക്ക് തരും. അതിനാണ് ഞാൻ വന്നേക്കണത്. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും. കണ്ടോ, എന്നെ രക്ഷിക്കും. എൻ്റെ മദ്യപാനത്തിൽ നിന്നും, എൻ്റെ വ്യഭിചാരത്തിൽ നിന്നും, എൻ്റെ സകല ആസക്തികളിൽ നിന്നും അവിടുന്ന് രക്ഷിച്ചാലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. ഓക്കെ, ജയിക്കപ്പെട്ട മനസ്സിലായോ? ഒന്നുകൂടി ചോദിച്ചോ. അപ്പോൾ യൂദാസിൻ്റെ കാര്യം എന്തായിരുന്നാണ്? യൂദാസും രക്ഷപ്പെടൂലെന്ന് എവിടെ പറഞ്ഞേക്കണേ? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഒരുവനെ ഒഴിച്ച് ബാക്കി എല്ലാവരും രക്ഷപ്പെടുന്നു. പക്ഷേ എന്ന് വിചാരിച്ചുകൊണ്ട് യൂദാസ് നരകത്തിൽ പോകും എന്ന് പറയാൻ പറ്റില്ല. കാരണം യൂദാസിന് ഇപ്പം നമ്മൾ ആദ്യത്തെ ദിവസം 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തോ കർത്താവ്? അപ്പസ്തോലന്മാരെ ആരാ തിരഞ്ഞെടുത്തത്? കർത്താവാണ് തിരഞ്ഞെടുത്തത്. എന്തിനാ തിരഞ്ഞെടുത്തത്? അവരോരോരുത്തരുടെ ഒരു ദൗത്യമുണ്ട്. ഈ യൂദാസിനെ അന്നേ ഈശോനറിയായിരുന്നു, ഇവൻ്റെ ദൗത്യം ഇന്നതാണ്. ആണോ ഇല്ലയോ? ആ ദൗത്യം ചെയ്യാനായിട്ട് അപ്പോൾ തന്നെ വിചാരിച്ചോ, നീ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു, കാരണം എനിക്ക് വേറൊരാളില്ല, നീയേ ഉള്ളൂ ഈ ദൗത്യം ചെയ്യാൻ. ആ ദൗത്യം ചെയ്തതിലൂടെ ലോകം മുഴുവനും രക്ഷ കിട്ടിയെന്നുള്ളത് വേറൊരു കാര്യം ഇല്ലേ? അത് കഴിഞ്ഞിട്ട് അവൻ ഈ 30 വെള്ളിക്കാശും കൊണ്ടൊന്ന് വലിച്ചെറിഞ്ഞുകൊണ്ട് അവൻ അനുതപിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ഉണ്ടോ? അവൻ അനുതപിച്ചുകൊണ്ട് ഈ 30 കാശും അവർക്ക് കൊണ്ടുവന്ന് തിരിച്ചു കൊടുത്തു. അവൻ അനുതപിച്ചിട്ട് അവൻ ആ ദുഃഖം വിട്ടു പോണില്ല, അവൻ തൂങ്ങിച്ചത്തു. പണ്ട് നമ്മൾ വിചാരിച്ചിരുന്നു ഈ തൂങ്ങിച്ചത്താൽ അത് വലിയ ഒരു തിന്മയാണെന്നും പറഞ്ഞ് അവർ തെമ്മാടിക്കുഴിയിലാണ് ഇത് സിമിത്തേരിൽ പോലും കയറ്റിയിരുന്നില്ല. എന്നാൽ സാവധാനം നമുക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരികയാണ്, ഒരാൾ ആത്മഹത്യ ചെയ്യുന്നതിന് 3 കാരണങ്ങളാണ്. പ്രധാനമായിട്ട് അവൻ ഒരു മാനസിക വിഭ്രാന്തി കൊണ്ട് ചെയ്യണതാണ്. ഒരു മാനസിക വിഭ്രാന്തി, അവൻ്റെ സമനില തെറ്റുന്നു. മറ്റൊന്ന് ഒരു പൈശാചികത കൊണ്ട് ചെയ്യുന്നതാണ്. മൂന്നാമതൊന്ന് സമൂഹം അവനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ചില കേസുകൾ നമുക്കറിയാം. അമ്മായിയമ്മയും മരുമോളും ഭർത്താവും കൂടിച്ചേർന്നുകൊണ്ടൊരു പെണ്ണിനെ പീഡിപ്പിക്കുന്നു. അവൾക്ക് അവിടെ ജീവിക്കാൻ പറ്റണില്ല. അവൾ വിഷം കഴിച്ചു, അല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്ത് ചത്തു. ഇത് സ്വന്തം ഭർത്താവും. നമുക്കറിയാം ഇങ്ങനത്തെ കുറേ കേസുകൾ. ഇപ്പം ഇവൻ്റെ കേസിൽ ഇവനൊരു സമനില തെറ്റിപ്പോയി. അവനിങ്ങി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അവൻ അനുതപിച്ചു. അപ്പോൾ ദൈവശാസ്ത്രജ്ഞന്മാരിൽ 2 ഗ്രൂപ്പുണ്ട് ഈ കാര്യത്തിൽ. ഒരു ഗ്രൂപ്പ് പറയുന്നത്, കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരുവൻ മാത്രമേ നശിച്ചു പോയിട്ടുള്ളൂ എന്ന് ഇല്ലേ? ഈ നശിച്ചു പോയിട്ടുള്ളൂ എന്നതിൻ്റെ അർത്ഥം അവൻ നരകത്തിൽ പോയി എന്നല്ല എന്നാണ് വേറൊരു കൂട്ടർ പറയണത്.
ഒരു വിശുദ്ധ ഇന്നലെ നമ്മൾ തൃശ്ശൂരത്തെ ധ്യാനത്തിൽ ആ ഒരു ചേട്ടൻ വന്ന് പറഞ്ഞില്ലേ, വിശുദ്ധ കത്രീനയല്ല ആ ഒരു വിശുദ്ധയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ഈ ആദത്തിനെ അന്വേഷിച്ച് പോയപ്പോൾ ആദ്യം ചെന്നത് യൂദാസിൻ്റെ അടുത്തേക്കാണ്. കർത്താവ് ആദ്യം ചെല്ലുന്ന ആരുടെ അടുത്തേക്കാണ്? യൂദാസിൻ്റെ അടുത്തേക്ക് ചെന്ന് അവനെ രക്ഷിച്ചിട്ടാണ് പിന്നീട് അങ്ങോട്ടേക്ക് പോയെന്ന് ചില വിശുദ്ധർ എഴുതിയിരിക്കുകയാണ്. ഞാൻ ആ അഭിപ്രായക്കാരനാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല, വിശ്വസിക്കാവുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചോളൂ. അത്രയ്ക്ക് കരുണയാണ് കർത്താവ്. കാരണം വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഒരുപാട് സ്ഥലത്തും പറയുന്നത് ആരും നഷ്ടപ്പെട്ടു പോകരുതെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതല്ലേ കൂടുതൽ സ്ഥായി. ഈശോ പറയുന്നുണ്ട്, എൻ്റെ ആടുകളിൽ ഒരാട് പോലും നഷ്ടപ്പെടരുത്, ഞാൻ അവയ്ക്ക് വേണ്ടി എൻ്റെ ജീവൻ നൽകി നിത്യജീവൻ നൽകിയിരിക്കുന്നു. എൻ്റെ ജീവൻ ഞാൻ അവർക്ക് വേണ്ടി കൂടി നൽകിയിരിക്കുകയാണ്. അതാണ് കുറേയും കൂടി നമ്മൾ മുറുക്കെ പിടിക്കേണ്ടത്. യേശു തൻ്റെ ജീവൻ നൽകി നേടിയവരാണ് മനുഷ്യവംശം മുഴുവനും. ഇരിക്കല്ലേ, എഴുന്നേറ്റ് നിന്ന് പാടാം നമുക്ക്. പരിശുദ്ധാത്മാവേ, ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ ചർച്ച ചെയ്യാൻ അനുവദിച്ചതിനും ഇതെല്ലാം കുറച്ചും കൂടി വ്യക്തമാക്കിയതിന് നന്ദി പറയുന്നു. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ കത്തിപ്പടരണമേ, ജ്ഞാനം നൽകണമേ, വിവേകം നൽകണമേ, അറിവ് നൽകണമേ, അജ്ഞത അകറ്റണമേ, എന്നിൽ കത്തിപ്പടരണമേ, ജ്ഞാനം നൽകണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴുന്ന ആത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നിജ്വാലയാൽ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ, ദൈവജനം ദൈവമകൻ ഞാൻ, ദൈവത്തിൻ ഓമനക്കുട്ടൻ ഞാൻ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം
പാപിയാം ഞാൻ ദൈവ സുതനായി മാറി. ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയാം ഞാൻ ദൈവസുതനായി മാറി. പിതാവെന്നോടുകൂടെ പുത്രനെന്നോടുകൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ. പിതാവെന്നോടുകൂടെ പുത്രനെന്നോടുകൂടെ സ്വർഗ്ഗരാജ്യം എന്നിൽ തന്നെ. ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ. ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോൾ ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോൾ ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോൾ ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോൾ ദൈവാത്മാവിൻ്റെ ആത്മാവിൽ ലയിച്ചു. ആബാ പിതാവെന്നു ഞാൻ വിളിച്ചു. ദൈവാത്മാവിന്റെ ആത്മാവിൽ ലയിച്ചു. ആബാ പിതാവെന്ന് ഞാൻ വിളിച്ചു. ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. 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 സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ. എന്നിൽ വാഴും ആത്മാവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. 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 എന്നിൽ വാഴും ആത്മാവേ വിശ്വാസം നൽകണമേ. 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 എന്നിൽ വാഴും ആത്മാവേ പുതുബോധ്യങ്ങൾ 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 നൽകണമേ. ജ്ഞാനവചനം 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 നൽകണമേ. അഭിഷേകം ചൊരിയണമേ. 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 എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ. 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 ഹല്ലേലൂയ ഹല്ലേലൂയ. വിശ്വാസം
പ്രാർത്ഥിച്ചുകൊണ്ട്, ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ ഹല ഹല ബല ഹല ബല ശല ബല 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 ശല ബല 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 ശല ഹല 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 ശല ബല 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 ത്രിത്വൈക ദൈവം നമ്മിൽ വസിക്കുന്നു എന്ന നമ്മിൽ വസിക്കുന്ന ത്രിത്വം 3 വ്യക്തി, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാവുന്ന ദൈവ വ്യക്തികൾ നമ്മുടെ ആത്മാവിനെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. നീ എൻ്റെ മകനാണ്, നിന്നെ ഞാൻ ജീവൻ നൽകി രക്ഷിച്ചിരിക്കുന്ന മകനാണ്. ഹല 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 ത്രിത്വൈക ദൈവമേ, അങ്ങന്റെ ഹൃദയത്തിൽ എന്നെന്നും വാഴുന്നു. എന്നു ഞാനറിയുന്നു അങ്ങയെ കൂടാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ ഈ ഭൂവിൽ സാധ്യമല്ല. ത്രിത്വൈക ദൈവമേ, അങ്ങന്റെ ഹൃദയത്തിൽ എന്നെന്നും വാഴുന്നു. എന്നു ഞാനറിയുന്നു. Praise the Lord. നമുക്കിരിക്കാം. ഷാജി